എൻ്റെ അച്ഛനെ ഞാൻ കുഴിയിൽ വീഴ്ത്തി കഴിഞ്ഞ ആഴ്ച ഒരു തമാശയ്ക്ക് ചെയ്തതാ. അച്ഛൻ എന്നെ ഗുഹയിൽ നിന്ന് ഇറക്കി വിട്ടു. 2 തല്ലും കിട്ടി. എനിക്കാണെങ്കിൽ ഗുഹയിൽ നിന്ന് വിട്ടു നിൽക്കാനും വിഷമം. എന്താ വഴി? ഗുഹയിലേക്കുള്ള വഴിയാണോ? അച്ഛൻ്റെ പിണക്കം മാറിയോ എന്നറിയണം. അത്രയല്ലേ ഉള്ളൂ. താൻ വേഷം മാറി ഒരു അപരിചിതനെ പോലെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. ഈ പുല്ല് താടിയും മുടിയും പോലെ ഒട്ടിച്ചു വെച്ച് വേഷം മാറാം. ഒട്ടിക്കാൻ പറ്റില്ല. പശ തൊട്ടാൽ എനിക്ക് ചൊറിച്ചിൽ വരും. എന്നാ പിന്നെ വേറൊരു വഴിയുണ്ട്. വാ, നിങ്ങളുടെ ചെറിയൊരു സഹായം വേണം. താൻ തലയിലിരിക്കി, മറ്റവൻ താടിയിൽ പിടിച്ചു തൂങ്ങണം. കാലൊന്നും പുറത്ത് കാണരുത് കേട്ടോ. ഹിഹി, ഇപ്പൊ ശരിക്കും താടിയും മുടിയും ആയില്ലേ? സോദരനെ ഞാൻ സമ്മതിച്ചു. ഞാൻ പോയിട്ട് വരാം. പതുക്കെ ഓടണോ, ഞങ്ങളുടെ പിടി വിടും. ഞാനൊരു അപരിചിതനാ അച്ഛാ, അല്ല ചേട്ടാ. എന്തോ വേണ്ടത്? ഇവിടെ വേറെ ആരും ഇല്ലേ? ഉണ്ടായിരുന്നു, എന്റെ മകൻ. കഴിഞ്ഞ ആഴ്ച അവനെ ഞാൻ വല്ലാതെ വഴക്ക് പറഞ്ഞു. 2 തല്ലും തല്ലി, അല്ല തല്ലിയിട്ടുണ്ടാവും. അതെ, ഇപ്പൊ ഓർക്കുമ്പോ വിഷമം തോന്നുന്നു. തോന്നുന്നുണ്ടോ? എങ്കിൽ രക്ഷപ്പെട്ടോ. അച്ഛാ, ഇത് ഞാൻ തന്നെ അച്ഛാ. ഓനെ ഓനിവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു. ഓ, രക്ഷപ്പെട്ടോ. ഒരാഴ്ച കൊണ്ട് നീ ആകെ കോലം കെട്ട് പോയല്ലോടാ. പേടിക്കണ്ട, ദോ ഇവൻ നല്ലൊരു മുടിവെട്ടുകാരനാ. ഷറ പറയുന്ന വെട്ടിത്തരും. അയ്യോ, പക്ഷേ വീടരുതവന്. എന്താ താൻ നോക്കുന്നത്? ഗുഹയാസൂത്രോ? ഈ ഗുഹയിൽ ഏതോ ഭയങ്കരം വന്ന് താമസം തുടങ്ങിയെന്ന് കേട്ടു. അതാരാണെന്ന് ആലോചിക്കുകയാ ചേട്ടാ. ഭയങ്കരനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആരാണെന്ന് അറിഞ്ഞിട്ട് എന്തിനാ? ചുമ്മാ അറിയാനൊരു മോഹം. എന്നാ പിന്നെ അകത്ത് കയറി നോക്കിയാൽ പോരെ? അയ്യോ, അതിനെനിക്ക് ധൈര്യമില്ല. ഐഡിയ, ചേട്ടൻ കയറി നോക്ക്. ഞാനോ? എനിക്കൊന്നും വയ്യ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരന്മാരെ ഇഷ്ടമല്ല. അവന്മാർ പൊതുവെ മണ്ടന്മാരാ, വൃത്തികെട്ടവരും. എന്നാൽ ശരി ചേട്ടൻ കയറ്. ചേട്ടന്റെ ഞെളിഞ്ഞുള്ള നിൽപ്പ് കണ്ടാലേ അറിയാൻ പറ്റുമെന്ന്. അയ്യോ, എനിക്ക് പേടിയോ. നിന്നത് തെറ്റിപ്പോയതോ? 2 പേർക്കും പേടിയായതുകൊണ്ട് വേറെ ആരോടെങ്കിലും ചോദിക്കാം. എനിക്ക് പേടിയില്ലടോ. ആരെങ്കിലും കിട്ടുമോന്ന് നോക്കാം. നിവർന്നു നടക്ക് ചേട്ടാ. വൃത്തികെട്ട ഒരു ഭയങ്കരന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുണ്ടോ? ഇല്ല. ഭയങ്കരന്റെ ഗുഹയിൽ താല്പര്യമില്ല. ഏതു ഗുഹ? ഞാൻ കയറി നോക്കാം. ഭയങ്കരന്റെയോ? ഭയങ്കര മാത്രമല്ല, മുണ്ടന് വൃത്തികെട്ടവനുമാണെന്നാ സൂത്രം പറഞ്ഞത്. മുണ്ടന്റെ വൃത്തികെട്ടവന്റെയും ഗുഹയിൽ സൂത്രം കയറാറില്ല. അതാണ് ഗുഹ. ഇത് ചേട്ടന്റെ ഗുഹയാണോ? അപ്പൊ ചേട്ടനാണോ മുണ്ടനും വൃത്തികെട്ടവനും?